കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഗർഭിണി ചികിത്സ കിട്ടാതെ മരിച്ചെന്ന പരാതി. കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റ് സ്വദേശി ബൈജുവിന്റെ ഭാര്യ സഹിതയാണ് മരിച്ചത്. ഇന്നലെ രാത്രി 9 മണിയോടെ ആശുപത്രിയിൽ എത്തിച്ച സഹിതയെ 10 മണിയോടെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച ചികിത്സാ പിഴവ് മൂലം ഇവർ മരിച്ചെന്നാണ് പരാതി. എൻ്റെ പേര് ബൈജു എന്നാണ്. ഞാൻ കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിൽ 1 വർഷവും അതുകൂടാതെ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ പരിസരത്തായിട്ട് 16 വർഷവും മൊത്തത്തിൽ 17 വർഷത്തിന് മേളിലായി ആംബുലൻസ് ഓടിച്ചു വരികയാണ്. പ്രൈവറ്റ് ആംബുലൻസിലാണ് കൂടുതലും ഓടിയിട്ടുള്ളത്. 1 വർഷത്തോളം താലൂക്ക് ഹോസ്പിറ്റലിൽ ഗവൺമെൻറ്റിൻ്റെ ആംബുലൻസ് ഓടിയിട്ടുണ്ട്. ഇത് എൻ്റെ വൈഫിൻ്റെ അമ്മ, ഇതെൻ്റെ വൈഫിൻ്റെ അച്ഛൻ. 2016 എൻ്റെ വൈഫിനെ ഡെലിവറിക്കായിട്ട് താലൂക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ എൻ്റെ വൈഫും ജനിക്കാനിരുന്ന ഞങ്ങളുടെ കുഞ്ഞും മരണപ്പെട്ടതുമായി സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. 2016 പൂർണ്ണ ഗർഭിണിയായ എൻ്റെ വൈഫിനെ കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിൽ പ്രവേശിക്കുകയും 2ാമത്തെ നിലയിലുള്ള ലേബർ റൂമിലേക്ക് എൻ്റെ വൈഫ് നടന്നു കയറുകയാണ് ചെയ്തത്. ആരോഗ്യപരമായിട്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടോ മറ്റ് പ്രശ്നങ്ങളൊന്നും ആ സമയം എൻ്റെ വൈഫിനില്ലായിരുന്നു. കുഞ്ഞും പൂർണ്ണ ആരോഗ്യവാനായിരുന്നു, പൂർണ്ണ വളർച്ചയെത്തിയ ആരോഗ്യവാനായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു എൻ്റെ കുഞ്ഞ്. അതിനുശേഷം ലേബർ റൂമിൽ കൊണ്ടുപോയതിനു ശേഷം അവിടെയുള്ള ഡോക്ടറും സ്റ്റാഫുകളും കൂടി അവരുടെ ഡ്യൂട്ടിയിൽ മനഃപൂർവ്വമോ അല്ലാതെയോ ചെയ്ത അവരുടെ അബദ്ധങ്ങളിലൂടെ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ കുഞ്ഞും എൻ്റെ ഭാര്യയാണ്. അവർ ചെയ്ത അബദ്ധങ്ങളെന്ന് പറയുന്നത് അത് അബദ്ധമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഒരു എക്സ്പീരിയൻസ് അല്ലാത്ത ഒരു രീതിയിലും ജോലി എന്താണെന്ന് അറിയാത്ത ഒരു വ്യക്തിയല്ല അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. ഒരു ഹെഡ് നേഴ്സും പിന്നെ ഒരുപാട് ലേബർ കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു ഡോക്ടറുടെയും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെയും മറ്റ് 2 സ്റ്റാഫുകളുടെയും സാന്നിധ്യത്തിലാണ് അവിടെ ഈ അബദ്ധങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അബദ്ധമായിട്ട് പറയാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, എൻ്റെ വൈഫിന് അന്ന് ഇനിമ കൊടുത്തത് ഒരു നേഴ്സിംഗ് അസിസ്റ്റൻ്റാണ്. ആ ഇനിമ കൊടുക്കുമ്പോൾ തന്നെ ഒരു നേഴ്സിംഗ് അസിസ്റ്റൻ്റ് അല്ല അവിടെ ഇനിമ കൊടുക്കേണ്ടത്. അത് ആരാണെന്നുള്ളത് നിയമം തീരുമാനിക്കട്ടെ. നേഴ്സിംഗ് അസിസ്റ്റൻ്റ് അല്ല എന്തായാലും ആ ഡെലിവറിക്കായിട്ട് വരുന്ന പേഷ്യൻ്റ് ഇനിമ കൊടുക്കേണ്ടത്. 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിന് പിന്നെ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷൻ കൊടുത്തത്. ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പം അവിടെ ടെസ്റ്റ് ഡോസ് ചെയ്തിട്ടാണ് ഫുൾ ഡോസ് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടത്. അന്നത്തെ ദിവസം എൻ്റെ വൈഫിന് ടെസ്റ്റ് ഡോസ് കൊടുക്കാതെ ഫുൾ ഡോസ് ഇഞ്ചക്ഷനാണ് നേഴ്സ് കൊടുത്തത്. 3ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ വൈഫിന് ഈ ഡെലിവറി സമയത്ത് 4-5 മണിക്കൂർ കൊണ്ട് കയറേണ്ട, ഓരോ മിനിറ്റിൽ കയറേണ്ട, ഓരോ ഡ്രോപ്സായിട്ട് കയറേണ്ട ട്രിപ്പ്, ആ ഫ്ലൂയിഡ് എൻ്റെ വൈഫിൻ്റെ ശരീരത്തിൽ 20 മിനിറ്റ് കൊണ്ടാണ് ഉള്ളിൽ അത്രയും ഹൈ സ്പീഡിൽ ആ ട്രിപ്പ് കയറ്റി എന്നുള്ളതാണ്. അപ്പോൾ അത്രയും കെയർലെസ് ആയിട്ടാണ് ആ നേഴ്സ് ആ ട്രിപ്പ് വിട്ടത്. 3ാമത്തെ കാര്യം, ലേബർ റൂമിൽ എൻ്റെ വൈഫിനെ കൊണ്ടുപോയി എൻ്റെ വൈഫിൻ്റെ PV ചെക്ക് ചെയ്തതിന് ശേഷം ഡോക്ടർ ഇറങ്ങി വന്ന് എന്നോട് പറഞ്ഞാണ് വൈഫ് പൂർണ്ണ ആരോഗ്യവതിയാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല വൈഫിന്, ഒരു അരമണിക്കൂറിനുള്ളിൽ ഡെലിവറി നടക്കും, ഉള്ളിൽ നല്ല വികാസമുണ്ട്, കുട്ടി നോർമലായിട്ടിരിക്കുന്നു, കുട്ടിക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല, നോർമൽ ഡെലിവറിയാണ്, ഒന്നുകൊണ്ടും പേടിക്കാനുള്ള, അരമണിക്കൂറിനുള്ളിൽ ഡെലിവറി നടക്കുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ വൈഫിനെ 1ാം മാസം മുതൽ 9ാം മാസം വരെ പ്രൈവറ്റായിട്ട് അവരുടെ കൺസൾട്ടിങ്ങിൽ കൊണ്ടുപോയി ഞാൻ പ്രൈവറ്റായിട്ട് അവർക്ക് 200 രൂപ മുതൽ 500 രൂപ വരെ ഞാൻ അവർക്ക് ഫീസ് കൊടുത്ത് പിന്നെ കൺസൾട്ട് ചെയ്ത എൻ്റെ വൈഫിനെ ആ ഡോക്ടർ അരമണിക്കൂറിൽ ഡെലിവറി നടക്കുമെന്നും പറഞ്ഞ് തിയേറ്ററിൽ, അതായത് ലേബർ റൂമിൽ, തിയേറ്ററിലല്ല ലേബർ റൂമിൽ ഉപേക്ഷിച്ചിട്ട് പുറത്തു പോവുകയാണ് ചെയ്തത്. പിന്നീട് അവർ വരുന്നത് എൻ്റെ വൈഫ് മരണപ്പെട്ടതിന് ശേഷമാണ്. ഞാൻ ഈ പറഞ്ഞ ഇത്രയും തെളിവുകൾക്കും ഇത്രയും സംഭവങ്ങൾക്കും ഞാൻ വ്യക്തമായിട്ടുള്ള തെളിവുകളോടുകൂടിയാണ് ആർക്ക് വേണമെങ്കിലും, ഏതൊരു ഉന്നത വ്യക്തിക്ക് വേണമെങ്കിലും എന്നെ പരിശോധിക്കാം. അതിനുവേണ്ടി ഞാൻ യാതൊരു തടസ്സത്തിനും പോകത്തില്ല. അത്രയും തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ഇതിനെല്ലാം ഉപരി ഞാൻ ഈ പറഞ്ഞതിനെല്ലാം തെളിവുകൾ ഓരോന്നായിട്ട് പറയുകയാണെങ്കിൽ, ഒന്ന്, എൻ്റെ വൈഫിന് ഇനിമ കൊടുത്തിട്ട് ലേബർ റൂമിൽ നിന്ന് 2 പ്രാവശ്യം എൻ്റെ വൈഫ് പുറത്തിറങ്ങി വന്നു. കൂടെ ഒരൊറ്റ സ്റ്റാഫുകളില്ലായിരുന്നു. ഞാനത് ചോദിക്കുകയും ചെയ്തു വൈഫിനോട്. കുഴപ്പമില്ല, എനിക്ക് ആരോഗ്യമുണ്ടല്ലോ, ഞാൻ നടന്നു. അത്രയും ഇനിമ കൊടുത്തതിന് ശേഷം, കൊടുത്ത് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് എൻ്റെ വൈഫിൻ്റെ കൂടെ ഒരു മനുഷ്യനില്ലായിരുന്നത്. ഒറ്റയ്ക്കാണ് 2 പ്രാവശ്യം വെളിയിൽ ഇറങ്ങി വന്നത്. 2ാമത്തെ കാര്യം, ടെസ്റ്റ് ഡോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പേന കൊണ്ട് മാർക്ക് ചെയ്യും ശരീരത്തിൽ. ടെസ്റ്റ് ഡോസ് കൊടുത്തതിൻ്റെ പേര്, മെഡിസിൻ്റെ പേര്, കൊടുത്ത ടൈം, ഇതെല്ലാം പേന കൊണ്ട് മാർക്ക് ചെയ്യും. ഈ വിധത്തിലുള്ള ഒരു മാർക്കിങ്ങും എൻ്റെ വൈഫിൻ്റെ ശരീരത്തിൽ ഇല്ലായിരുന്നു. അതിനുള്ള തെളിവ് എൻ്റെ വൈഫിൻ്റെ ബോഡി ഇൻക്വസ്റ്റ് നടത്തിയത് RDO ആണ്. RDOയുടെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിനകത്ത് അങ്ങനെ ഒരു പാട് എൻ്റെ വൈഫിൻ്റെ ശരീരത്തിലുള്ളതായിട്ടില്ല. 3ാമത്തെ കാര്യം, അവിടെ നിന്ന് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു നേഴ്സ് ദൃക്സാക്ഷിയാണ് ഇതിനെല്ലാം. ആ നേഴ്സ് 2 മാസം കഴിഞ്ഞ് എൻ്റെ വൈഫിൻ്റെ കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് പോലീസിൽ നിന്നോ മറ്റ് ഒരു ഉന്നത അധികാരികളിൽ നിന്നോ ഒന്നും എനിക്ക് യാതൊരു വിധത്തിലുള്ള നീതിയും കിട്ടിയിട്ടില്ല. കാരണം ഞാൻ സാധാരണപ്പെട്ടൊരു വ്യക്തിയാണ്, എനിക്ക് സാമ്പത്തികമില്ല,
എനിക്ക് ഉന്നതങ്ങളിൽ പിടിപാടില്ല, ഞാൻ ഡോക്ടറല്ല, ഞാനൊരു സാധാരണ നിസ്സാര കൂലിപ്പണിക്കാരനാണ്. എൻ്റെ വൈഫും പിന്നെ എൻ്റെ മക്കളും അടങ്ങുന്ന എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കൂലിപ്പണിക്കാരൻ, നിസ്സാരം, ഞാനൊരു സാധാരണപ്പെട്ടൊരു മനുഷ്യനാണ്. എൻ്റെ വാക്കിനും എൻ്റെ പ്രവൃത്തിക്കും അത്രയുള്ള വില എനിക്ക് ഈ നാട്ടിൽ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ നീതി കിട്ടാതിരുന്ന സമയത്താണ് എൻ്റെ വൈഫിൻ്റെ ആൾക്കാർ കോടതിയെ സമീപിച്ച് ഈ കേസിൻ്റെ കാര്യങ്ങൾക്കായിട്ട് മുന്നോട്ട് പോയതും പരമോന്നത നീതിപീഠം പിന്നെ സ്പെഷ്യൽ കോർട്ടാണ്, SC/STയുടെ സ്പെഷ്യൽ കോർട്ടിൽ ആ പരമോന്നത നീതിപീഠമാണ് ഞങ്ങളുടെ കേസ് എടുക്കുകയും തുടർ നടപടിയിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ കേസിൻ്റെ കാര്യമായിട്ട് പ്രതികളെല്ലാം കോടതിയിൽ ഹാജരാകുകയും ചെയ്തു. തുടർന്ന് കോടതിയുടെ പരിഗണനയിലിരിക്കുന്നത് കൊണ്ട് എനിക്ക് ആ കേസിനെ കുറിച്ച് തുടർന്നുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ പറയാൻ നിർവാഹമില്ല ഇപ്പം. എന്നാൽ എൻ്റെ കേസിൽ നടന്നിരിക്കുന്നത്, അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സ് ഇവർക്കെതിരായിട്ട് കൊട്ടാരക്കര റൂറൽ SPക്ക് രജിസ്റ്റേർഡ് ആയിട്ട് കത്തയച്ചു. ഇവർ ഇന്ന രീതിയിൽ ഇന്ന എലിഗേഷൻസുകൾ അവിടെ ചെയ്തിട്ടുണ്ട്, അവരുടെ ഭാഗത്ത് ഇന്ന നെഗ്ലിജൻസുകൾ അവിടെ നടന്നു, എൻ്റെ വൈഫിനെ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ ടെസ്റ്റ് ഡോസ് കൊടുത്തിട്ടില്ലെന്നും ട്രിപ്പ് ഇന്ന സ്പീഡിലിട്ടെന്നും, ഇതെല്ലാം ഉപരി പ്രസവിക്കാനായ ഒരു പേഷ്യൻറ്റിനെ ആ ലേബർ റൂമിൽ ഉപേക്ഷിച്ചിട്ട് ഡോക്ടർ പുറത്തു പോയെന്നും, എൻ്റെ വൈഫ് മരിച്ചതിന് ശേഷമാണ് ആ ഡോക്ടർ തിരിച്ച് ആ ലേബർ റൂമിൽ വന്നതെന്നും, അന്ന് ഡ്യൂട്ടിയിൽ മറ്റൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, ആ ഡോക്ടർ അവർക്കും ഉത്തരവാദിത്വമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അവരും കൈയൊഴിഞ്ഞു. ഡ്യൂട്ടിയിലുള്ള ഡോക്ടറാണ്, അവർക്ക് അന്ന് ആ ഡ്യൂട്ടിയിൽ ആ വാർഡിൽ അവിടെ എന്ത് നടന്നാലും ആ ഡോക്ടറുടെ ഉത്തരവാദിത്തമാണ്, അവർക്കും എനിക്കിതിനകത്ത് ഉത്തരവാദിത്വം ഇല്ലെന്ന് പറഞ്ഞ് അവരും കൈയൊഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ആ നേഴ്സിൻ്റെ ഒരു ദൃക്സാക്ഷി മൊഴി SPക്ക് അയച്ചു. അതിൽ നമുക്ക് ശരിയായിട്ടുള്ള നീതി പോലീസിൽ നിന്ന് കിട്ടിയില്ല. പക്ഷേ ആ കേസ് നടത്തിയിരുന്ന അന്ന് SP ഓഫീസിൽ അന്ന് ഒരു DYSP ഉണ്ടായിരുന്നു. അദ്ദേഹം ക്രൈംബ്രാഞ്ച് SP ആണെന്ന് തോന്നുന്നു. അദ്ദേഹമാണ് ആ കേസ് നല്ല രീതിയിൽ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി. പ്രതികൾ അതിൽ കുടുങ്ങുമെന്ന് ഉറപ്പ് വരുന്ന സമയമായപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഇവിടുന്ന് ട്രാൻസ്ഫറായി. അതെന്താണ് കാരണം നമുക്കറിയില്ല. അതോടെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മറ്റു രീതിയിലുള്ള കേസിന് ആസ്പദമായിട്ടുള്ള ഒരു രീതിയിലുള്ള നല്ല കാര്യങ്ങളൊന്നും നടന്നില്ല. സ്വാധീനത്തിൻ്റെയും അധികാരത്തിൻ്റെയൊക്കെ പിൻബലത്തിൽ ആ കേസ് തേഞ്ഞു മാഞ്ഞ് പോയതുള്ള അത് ഡോക്ടർമാരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് അവർ ഒന്നുമല്ലാതാക്കി. നിസ്സാര ഒരു കേസ് പോലും ഒരു രീതിയിലുള്ള ഇത്രയും തെളിവുകളുണ്ടായിട്ട് ഈ പ്രതികൾക്കെതിരായിട്ട് പോലീസ് യാതൊരു വിധത്തിലുള്ള FIR വിട്ടില്ല. സ്വാഭാവിക മരണത്തിന് മാത്രമാണ് FIR ഇട്ടത്. അന്നത്തെ ആ സംഭവം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ നിസ്സാരം ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി കൊടുത്തതിനെതിരായിട്ട് പോലീസിന് എഴുതി കൊടുത്തു. എൻ്റെ അമ്മയും എൻ്റെ ജ്യേഷ്ഠനും അവരെ ഉപദ്രവിച്ചു, അവരെ അസഭ്യം പറഞ്ഞു എന്നൊക്കെ. അതിന് നല്ല അന്തസ്സായിട്ട് നമ്മുടെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ കേസ് FIR ഫയൽ ചെയ്യും. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഞങ്ങൾ ഇത്രയും അനുഭവിച്ചിരിക്കുന്ന സമയത്ത്, എൻ്റെ വൈഫും കുഞ്ഞും മരണപ്പെട്ടിരിക്കുന്ന സമയത്ത് പോലും ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം ഒരു ദാക്ഷിണ്യമില്ലാതെ എൻ്റെ അമ്മയ്ക്കും എൻ്റെ സഹോദരനായിട്ട് അവർ നല്ല അസലായിട്ട് കേസെടുക്കുകയും ചെയ്തവരാണ്. അത്രയൊരു ഉപകാരമാണ് കൊട്ടാരക്കരയിലെ പോലീസുകാർ നമുക്ക് ചെയ്തത്. അല്ലാതെ ഇത്രയും എൻ്റെ ഒരു 2 ജീവൻ നഷ്ടപ്പെട്ടിട്ടും ആ കേസിനെതിരായിട്ട് അവർ ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ അവരെ ചോദ്യം ചെയ്യാനോ അവരിൽ നിന്നും എന്താണ് സത്യമായിട്ടുള്ളതെന്ന് മൊഴിയെടുക്കാനോ ഒന്നും നിന്നില്ല. ഡോക്ടർമാരുടെ പാനൽ കൂടി റിപ്പോർട്ട് കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് അനുകൂലമായിട്ട് നിന്നത്. പക്ഷേ എനിക്ക് സ്വാധീനമില്ല, എനിക്ക് പണമില്ല, എനിക്ക് ഉന്നതങ്ങളിൽ അധികാരമില്ല, രാഷ്ട്രീയമായിട്ട് എനിക്ക് പവറില്ല. ഇതെല്ലാം ഉള്ളവരായതിനാൽ പ്രതികൾ ഇന്നും രക്ഷപ്പെട്ട് നിൽക്കുന്നു. പക്ഷേ ഇന്ന് പരമോന്നത നീതിപീഠത്തിന് മുമ്പായി പ്രതികളെല്ലാം ഹാജരാവുകയും കോടതി നടപടികൾ അവർ ഫേസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ നീതി കിട്ടാതെ ഈ 8 വർഷത്തോളം ഞങ്ങൾ എല്ലാവരും ഫൈറ്റ് ചെയ്താണ് നിൽക്കുന്നത്. നീതി കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. ഇന്ന് ഉറപ്പിച്ച് ഞങ്ങൾ പറയുന്നു, പരമോന്നത നീതിപീഠത്തെ ഞങ്ങൾക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ട്. എങ്ങും ഒരിടത്തുനിന്നും നീതി കിട്ടാതിരുന്നപ്പോൾ കോടതിയിലാണ് ഞങ്ങൾക്ക് ഒരല്പമെങ്കിലും വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടായത്. ആ വിശ്വാസത്തെ ഞങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. തുടർന്ന് ഈ കേസിൻ്റെ ഏതറ്റം വരെ ഞങ്ങൾ പോകും. ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഭീഷണികൾ പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തുമാത്രം അവർ പവർഫുൾ ആണെന്നുള്ള കാര്യമാണ്. സാമ്പത്തികമായിട്ട് ഞങ്ങളെ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചവരുണ്ട്. ഇതിനിടയ്ക്ക് ഒരുപാട് ലക്ഷങ്ങൾ എനിക്ക് സാമ്പത്തികം തന്നെ ഈ കേസ് ഒത്തുതീർപ്പാക്കാമെന്ന് പറഞ്ഞവരുണ്ട്. ഞാനിതൊന്നും പുറത്തിപ്പം പറയാനുള്ളത് ശരിയല്ല. ഇത്ര നാളെ ഞാൻ പറഞ്ഞിട്ടുമില്ല. കേസ് നടക്കട്ടെ, കോടതിയിൽ കേസുണ്ട്, അത് കോടതി തീരുമാനിക്കട്ടെ, എന്താണ് സത്യമെന്ന് കോടതി തീരുമാനിക്കട്ടെ.